ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റർ എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ തിരുവോണ ദിവസത്തെ അതിൻ്റെ തലേന്നത്തെ കുറച്ച് വിശേഷങ്ങളടങ്ങിയ ഒരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ലോങ്ങാണ്, ഞാൻ 8 മിനിറ്റ് വീഡിയോ ആണ് സാധാരണ ഇടുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്തപ്പൂക്കളത്തിൽ ഇടാനുള്ള പൂക്കളാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള പൂക്കളാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിവിടെ ഈ പൂക്കൾ തലേ ദിവസം ആകുമ്പോഴേക്കും വേർതിരിച്ച് വയ്ക്കും. മഞ്ഞ ജമന്തി, ഓറഞ്ച് ജമന്തി, റോസാപ്പൂവിന് ഈ റോസാപ്പൂവുണ്ട്, മജന്ത കളറുണ്ട്, റെഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പയ്യനാണ്, ഇപ്പോൾ സഞ്ജയ്. അവനും എൻ്റെ മോനായിട്ട് ഒരുമിച്ച് പൂവ് മാറ്റി വയ്ക്കാനായിട്ട് പോയതാണ് കേട്ടോ. ഇത് മക്കളുടെ കാര്യമില്ല, അവർക്ക് വലുതാകുമ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മയായിട്ടിരിക്കട്ടെ എന്ന്. പിന്നെ വേറൊരു കാര്യം, അന്നേ ദിവസം തന്നെയാണ് തിരുവോണത്തിൻ്റെ അന്ന് തന്നെ നബിദിനവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഡേ, അങ്ങനെ തിരുവോണം, നബിദിനം, ടീച്ചേഴ്സ് ഡേ മൂന്നും ഒരേ ദിവസം വന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതിഭാസം നടന്നൊരു ദിവസമായിരുന്നു കേട്ടോ. അത് വല്ലാത്തൊരു ഓർമ്മയായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ മിലാദ് നബി അഥവാ നബിദിനത്തിൻ്റെ വിശേഷങ്ങളടങ്ങിയ വീഡിയോ ഞാൻ അടുത്ത് ഇടാം. എൻ്റെ ഫോണിൽ ഞാൻ ഈ വീട്ടിലാണ് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇതൊക്കെയാണ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കട ഫോണിലാണ് നബിദിനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഫോണ് ഫുള്ളായി. അപ്പോൾ എനിക്ക് ഇത് ഇനി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് നബിദിനത്തിൻ്റെത് ഈ ഫോണിലേക്ക് എടുത്തിട്ട് അതിന് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നബിദിനത്തിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ അടുത്ത് ഞാൻ ഇടാമേ. അത് കഴിഞ്ഞിട്ട് ചെടികളുടെ വീഡിയോസൊക്കെ ഞാൻ ഇടാം. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ചെടിയുടെ വീഡിയോകൾ ഇടുമ്പോഴൊക്കെയാണ് എനിക്ക് വ്യൂ ഉള്ളത്. ഇതുപോലെയുള്ള വിശേഷങ്ങളൊക്കെ ഇട്ടുന്നാൽ അത്ര വ്യൂ ഇല്ല, എന്നാലും ഇതൊരു ഓർമ്മയായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ ഏരിയയിൽ ഇത് ഫസ്റ്റ് ടൈം നടക്കുന്ന ഓണാഘോഷമാണ്. നമ്മളിവിടെ വന്നിട്ട് ഏകദേശം 3 വർഷം, ഡിസംബർ 12 ആകുമ്പോഴേക്കും 3 വർഷം തികയാണ്. 12/12/2022 വീട് പാല് വെച്ചിൽ. അപ്പോൾ കറക്റ്റ് ഡിസംബർ 12 ആകുമ്പോഴേക്കും 3 വർഷമാകും. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഈ 5 വീട്ടുകാർ കൂടെ കൂടിച്ചേർന്ന് ഈ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത് സീരിയൽ ലൈറ്റ് കൊണ്ടുവന്ന് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സീരിയൽ ലൈറ്റൊന്നും വാരി വലിച്ചൊന്നും ഇട്ടില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, തുടക്കമായതുകൊണ്ട് ഇത് ഒന്ന് നോക്കിയതാണ്. പക്ഷേ സൂപ്പറായിരുന്നു. അടുത്ത വർഷം ഇതിനേക്കാളും നല്ല രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞാണ് എല്ലാവരും പിരിഞ്ഞത് തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ സദ്യവട്ടം ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഷെയർ ഇട്ടാണ് ചെയ്യുന്നത്. ഓരോ വീട്ടുകാരും 2-3 വിഭവങ്ങൾ വെച്ച് അവർ സ്പോൺസർ ചെയ്യും. പിന്നെ ചോറ് ഒരു കോമൺ ആയിട്ടാണ്, ചോറും പായസവും കോമൺ ആയിട്ട് വെച്ച്. എന്നിരുന്നാലും അരി ഏറ്റവും ആദ്യം കാണുന്ന വീട്ടിലെ ചേട്ടനാണ്, കിഷോറേട്ടൻ. പായസത്തിൻ്റെ സാധനങ്ങളെല്ലാം സ്പോൺസർ ചെയ്ത നമ്മൾ. പിന്നെ അല്ലാതെ തോരൻ 2 കൂട്ടം, ഏതൊക്കെയാണ്, ക്യാബേജും ബീട്രൂട്ട് തോരൻ നമ്മളാണ് കൊടുത്തത്. ബാക്കിയുള്ള ഓരോ വീട്ടുകാർ സാമ്പാർ, കിച്ചടി, പച്ചടി, പപ്പടത്തോരൻ, അച്ചാർ, പരിപ്പ് കറി. ഒരു വീട്ടിൽ നിന്ന് തന്നെ 3-4 വിഭവങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ആൻറ്റി ആണെങ്കിൽ അവർ 2 കൂട്ടം അച്ചാറുണ്ടായിരുന്നു, പരിപ്പ് കറി ഉണ്ടായിരുന്നു, പപ്പടത്തോരൻ. അങ്ങനെ നല്ല സമ്പൽ സമൃദ്ധമായിട്ടുള്ള അടിപൊളി ഒരു ഓണസദ്യ. എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വന്നെത്തിയപ്പോൾ ഞാൻ എൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടുകാണെന്ന് വിചാരിച്ച്. നല്ല ഒരു സദ്യയായിരുന്നു. പിന്നെ പായസം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, പാൽപ്പായസം. എന്തായാലും അടുത്ത ടൈം പായസത്തിൻ്റെ എണ്ണം നമ്മൾ കൂട്ടും, 2 മാക്സിമം നമ്മൾ വയ്ക്കാൻ നോക്കും കേട്ടോ. അപ്പോൾ എല്ലാം ഒരുപാട് ഒന്നും ഈ പിച്ച് വെച്ചല്ല. എല്ലാവരും നല്ല ലാവിഷായിട്ട് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി കൊണ്ടുവന്ന് നല്ല രീതിയിൽ എല്ലാവരും കഴിക്കുകയും ചെയ്തു. പഴം ഉൾപ്പെടെ പായസം, ബോളി, ഉപ്പേരി, എന്തൊക്കെ വേണം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ തിരുവോണത്തിൻ്റെ തലേ ദിവസം തന്നെ, 1-ാം ഓണത്തിൻ്റെ അന്ന് തന്നെ തിരുവോണത്തിനുള്ള അത്തപ്പൂക്കളം എല്ലാവരും കൂടെ ചേർന്ന്, അത് കൊച്ചു മക്കളെല്ലാവരും കൂടെ ചേർന്ന് ഇട്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തു കേട്ടോ. പൂക്കളെല്ലാം നിർത്തി അത് പിള്ളേർക്ക്, എൻ്റെ മക്കൾക്ക് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അവർക്ക് സ്കൂളിൽ വലിയ ചേച്ചിമാരൊക്കെ, ചേച്ചിമാരും ചേട്ടന്മാരും ഇടുന്നതാണ് അവർ കണ്ടിട്ടുള്ളത്, അവരിട്ടിട്ടില്ല. അപ്പോൾ പണ്ടൊക്കെ നമുക്കാണെങ്കിൽ ഓരോ ക്ലാസ് ബേസായിട്ട് അത്തപ്പൂക്കള മത്സരമല്ലേ വയ്ക്കുന്നത്. അപ്പോൾ നമ്മളെ മക്കളൊക്കെ അങ്ങനെയല്ല, അവർക്ക് കോമൺ ആയിട്ട് ഒരു അത്തപ്പൂക്കളം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഓരോ സ്റ്റാൻഡേർഡിനും ഓരോ അത്തപ്പൂക്കളങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാ കുട്ടികൾക്കും
പങ്കെടുക്കാൻ പറ്റും. നമ്മളോട് പൂക്കൾ കൊണ്ടുവരാൻ വേണ്ടി പറയും. വീട്ടിലുള്ള പൂക്കളോ കടയിലുള്ള പൂക്കളോ എന്തായിരുന്നാലും അത് കൊണ്ടുവന്ന് വരും. അപ്പോൾ അതൊക്കെ അവർക്കൊരു എക്സ്പീരിയൻസാണ്. പക്ഷേ ഇതൊന്നും ഇവിടെ എൻ്റെ മക്കൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് പിള്ളേർക്ക് ഭയങ്കര ഒരു അവർ പറഞ്ഞു, എൻ്റെ മോനും മോളും പറഞ്ഞത് ഒരിക്കലും നമ്മൾ മറക്കാത്തൊരു ഓണമായിരിക്കും. കാര്യം അവർക്കിതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ കുട്ടിക്കാലത്ത് നമുക്കുള്ളത് പോലത്തുള്ള ഒരു സൗകര്യവും ഒന്നും ഇപ്പോഴത്തെ മക്കൾക്കില്ലല്ലോ. എല്ലാവരും ഓരോ സ്ഥലങ്ങളിലേക്ക് ഒതുങ്ങി. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ നാടൻ പൂക്കൾ വെച്ചും അല്ലാതെയും എല്ലാം ഒരു നല്ലൊരു അത്തപ്പൂക്കളം തന്നെയാണ് ചെയ്തത് കേട്ടോ. അതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. 10 ദിവസത്തെയും അത്തപ്പൂക്കളങ്ങൾ കൂടി ചേർത്ത് ഒരു ഷോർട്സ്. അപ്പോൾ ഇത് തിരുവോണത്തിൻ്റെ അന്നാണ് കേട്ടോ. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പാട്ടോടുകൂടി ഞാനിത് ഇടണമെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കും. അത് പിന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് രാവിലെ നോക്കിയപ്പോഴും പൂക്കളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അവരെന്തെന്ന് അറിയാമോ, അത്തപ്പൂ ഇട്ടിട്ട് വെള്ളം ചെറുതായിട്ടൊന്ന് തളിക്കും കേട്ടോ. ഇത് ചോറ് വയ്ക്കുന്നതാണ് കേട്ടോ. കുന്നലിൻ്റെ നല്ല ചോറായിരുന്നു. അത് നല്ല അരി ആയതുകൊണ്ട് നല്ല സൂപ്പറായിരുന്നു. ഇതാണ് ഞാൻ വെച്ച ബീട്രൂട്ട് തോരനും ക്യാബേജ് തോരനും. അങ്ങനെ എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. ആദ്യം സദ്യ കഴിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആ ഏരിയയിലുള്ള എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നൊരു വീഡിയോയും ഫോട്ടോ എടുത്തായിരുന്നു, ഒരു ഓർമ്മയായിട്ട് ഇരിക്കട്ടെ എന്ന്. അപ്പോൾ ഇതാണ് സദ്യ. അട്ടംകണ്ടിലെ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. പുളി ഇഞ്ചി തൊട്ട് പപ്പടം, പരിപ്പ്, സാമ്പാർ, മോരുകറി, അങ്ങനെ എന്തൊക്കെ വേണം എല്ലാം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഞാൻ 2 സ്റ്റെപ്പേ കഴിച്ചുള്ളൂ കേട്ടോ. അത്രയും മതി. ഇപ്പോൾ ഡയറ്റ് ആയതുകൊണ്ട്. പിന്നെ സദ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അതുകൊണ്ട് കിട്ടിയ സന്ദർഭം ഞാൻ പാഴാക്കിയില്ല, അത് കഴിച്ചു. പിന്നെ മോള് പായസം ലഡുവാണ് കഴിക്കുന്നത് കേട്ടോ. അവർ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്തതാണ്. ഇത് ഞാൻ മോര് എക്സ്ട്രാ ഒരു കപ്പ് എടുത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോര് കുടിക്കാൻ. അങ്ങനെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ കലാപരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. ആദ്യം കസേര ചുറ്റലായിരുന്നു. പെൺപിള്ളേരുടെ കസേര ചുറ്റലിൽ എനിക്കായിരുന്നു കേട്ടോ ഫസ്റ്റ്. അത് കഴിഞ്ഞ് ആണുങ്ങളുടെ ആണ് കേട്ടോ. അത് ഭയങ്കര വിറ്റാണ്. അവർ കള്ളക്കളിയാണ് കളിക്കുന്നത്, മുഴുവനും കള്ളക്കളി. 3-4 പേരും കൂടെ നിന്ന് കളിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ വേലത്തനം കാണിക്കും. ലാസ്റ്റ് ഇക്കായെ പറ്റിച്ചിട്ട് ആ പച്ച ഷർട്ട് ഇട്ടിരിക്കുന്ന ആ ചേട്ടൻ തന്നെയാണ് ജയിക്കുന്നത് കേട്ടോ. കസേരയുടെ അടുത്ത് എത്തുമ്പോഴേക്കും ആളെ പിടിച്ച് മാറ്റിയിട്ട് ആ ചേട്ടൻ ഇരിക്കും. രാജീവേട്ടൻ എന്നാണ് പേര് കേട്ടോ. ആ പിങ്ക് ഷർട്ട് വന്ന് ലാലു എന്നാണ് എൻ്റെ ഇക്ക. പച്ച രാജീവേട്ടൻ. പാവം കണ്ടില്ലേ, അവരൊക്കെ കൊച്ചു കുട്ടികളായി. അവർ ഈ ഗെയിമൊക്കെ കളിച്ചപ്പോഴേക്കും അവർ പഴയ കാലത്തിലേക്ക് പോയി. അവർ എന്നെ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു കേട്ടോ. കുറേ നേരം ഇവരായിട്ട് ഓടിച്ചു. കാരണം ഇവരിൽ ആര് ജയിക്കും എന്നുള്ള കേട്ടോ. ഇക്കയെ മാറ്റിയിട്ട് ആ ചേട്ടനിരുന്നു. അത് കഴിഞ്ഞ് കുട്ടികളുടെ സ്പൂൺ നാരങ്ങയിലെ ഈ സ്പൂണിൽ നാരങ്ങ വെച്ചിട്ട് ഓടുമല്ലോ, അതിൽ ഞാൻ തോറ്റു കേട്ടോ, പരാജയപ്പെട്ടു. 3/4 ഭാഗത്തോളം ഞാൻ എത്തിയായിരുന്നു. ഈ സ്പൂൺ പല്ലിൽ നിന്ന് ഇങ്ങനെ നീങ്ങി പോയപ്പോഴേക്കും ആ നാരങ്ങ വീണു. അപ്പോൾ ഇതിൽ ജയിച്ചത് എൻ്റെ മോനാണ് കേട്ടോ. അങ്ങനെ അതും നല്ല വാശിയോടെ വെച്ചാൽ ആദ്യത്തെ റൗണ്ടിൽ അവർ 2 പേരും തന്നെ ജയിച്ചു. അതുകൊണ്ട് വീണ്ടും അവരെ വെച്ച് തന്നെ ഒരു റൗണ്ടും കൂടെ വെച്ചപ്പോൾ മോനാണ് ജയിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് പെൺപിള്ളേരത് പെൺകുട്ടികളുടെ ജൂനിയർ വിഭാഗമാണ്. എൻ്റെ മോളും ഉണ്ട്, എൻ്റെ അയൽവാസികളായ 2 മക്കളുണ്ട് കേട്ടോ. അവർ 3 പേരായിട്ട് കളിച്ച് അതിൽ ജയിച്ചതും എൻ്റെ മോളാണ്. അത് അവർക്കെന്താ പറയുക, മോൾ പതുക്കെ പോയി. ഇവർ സ്പീഡിൽ ഫ്രണ്ടിൽ പോയെങ്കിലും ആ ഡെസ്കിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് 2 പേരെ നാരങ്ങയും പോയി. അപ്പോൾ അവരാണ് ജയിച്ചത്. അതാണ് ആമ്പിള്ളേരിൽ ജയിച്ചത് ആ പച്ച ഷർട്ട് തന്നെ കേട്ടോ. രാജീവേട്ടനാണ് ജയിച്ചത്. ഇക്കതിൻ്റെ ഇടയിൽ കള്ളക്കളി കളിക്കും. അവരെ തട്ടിയിടാൻ വേണ്ടി നോക്കും. ഈ വിറ്റായിരുന്നു കേട്ടോ. അത് കഴിച്ച് ഇക്കയാണ് ജയിച്ചവർ തമ്മിലാണ് ലാസ്റ്റ് കളി. അതിൽ ജയിച്ചത് ആരാണെന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. അത് മോനാണെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞാൽ സുന്ദരിക്ക് പൊട്ടുകൂടല. അതിനേക്കാളും വിറ്റായിരുന്നു. കണ്ണ് കെട്ടി കൊടുക്കുന്നത് എവിടെയെങ്കിലൊക്കെ പോയി കുത്തും. അങ്ങനെ ഒരു ഏകദേശം ഒരാൾ എത്തി. നമ്മുടെ പച്ച ഉടുപ്പിട്ട ലച്ചുവാണ് കേട്ടോ. ലച്ചുവാണ് ജയിച്ചത്. ആ പിങ്ക് ഷർട്ടിട്ട ലാലു ചേട്ടൻ്റെ മോളാണ് കാണിക്കുന്നത് കുറിച്ച്. അവളാണ് ജയിച്ചത്.
ഞാൻ ഏകദേശം നെറ്റിയുടെ അടുത്ത് വരെ കൊണ്ടുപോയിട്ട് ഇട്ടില്ല. മോൻ പറഞ്ഞു, പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ, പറ്റിക്കുന്നതായിരിക്കുമെന്ന്. ഏകദേശം ആ വട്ടം ഇട്ടുന്നതിന് തൊട്ട് മുകളിലാണ് ഞാനും കുത്തിയത്. ഏകദേശം 2 പേര് അങ്ങനെയാണ് കുത്തിയത് കേട്ടോ. അങ്ങനെ എല്ലാവരും പ്രായം മറന്ന് സന്തോഷമായിട്ട് അത് നല്ല രീതിയിൽ ഓണാഘോഷമൊക്കെ ആഘോഷിച്ചു കേട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് മക്കളെല്ലാം നല്ല രീതിയിൽ അത് ആസ്വദിച്ച്. ഇത് എൻ്റെ മോളൊക്കെ ആദ്യമായിട്ടാണ്, മോളും മോനും ശരി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നതും. അത് പ്രൈസ് കിട്ടുന്നതോ കിട്ടാത്തതോ അല്ല, ഇതൊക്കെ ഒരു സന്തോഷമാണ് എപ്പോഴും അവർക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടി. മോക്ക് തീരെ കണ്ണ് കാണുമ്പോൾ ചിരി വന്നു. ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മോള് ചിരിച്ചതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അവൾ മൂക്കിലാണ് കൊണ്ടുപോയി കുത്തി കൊടുത്തത്. അങ്ങനെ സന്തോഷത്തോടു കൂടി ഈ ഓണാഘോഷം നല്ല രീതിയിൽ അവസാനിച്ചു. ഒരുപാട് പായസം, ചോറ്, അവിയൽ, സാമ്പാർ എല്ലാം ബാക്കി വന്നു. എല്ലാം 5 വീട്ടുകാരും വന്ന് വീതിച്ചെടുത്ത് അവർ ആവശ്യങ്ങൾക്കുള്ള എല്ലാം എടുത്തുകൊണ്ട്, എന്നിട്ടും പായസം ഒരുപാട് ബാക്കി വന്നു. ചോറും അങ്ങനെ തന്നെ. അപ്പോൾ അത് ബാക്കി വരുന്നതാണ് ഒരു സന്തോഷം. കാരണം നമ്മളിങ്ങനെ തികയാതിരിക്കുന്നതിനേക്കാളും ബാക്കി വരുമ്പോൾ അതൊരു സന്തോഷമാണ്. എല്ലാവർക്കും പിറ്റേ ദിവസം ഒന്നും വെക്കേണ്ടി വന്നില്ല. പിന്നെ നമുക്ക് നബിദിനത്തിൻ്റെ ഭാഗമായിട്ട് ഹന്തൂരി നേർച്ച കിട്ടിയത് അതുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞ് ഐശ്വര്യത്തോടു കൂടി നബിദിനവും ഓണവും എല്ലാം ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ നബിദിനത്തിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ഞാൻ അടുത്തിടാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റർ എന്ന ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ എൻ്റെ ചെറിയല്ല വലിയ സന്തോഷങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്ര പേര് കാണില്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നാലും ഇതിൽ ഇടണം. ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്തപ്പോൾ എന്നെക്കൊണ്ട് പോലും നിയന്ത്രിക്കാൻ പറ്റിയില്ല ചിരി. അതൊന്നും ഞാൻ എടുത്ത് മാറ്റിയിട്ടില്ല, അങ്ങനെയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഇതിലിടണം കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി തന്നെ ഇതെടുക്കാൻ കാരണം കുറച്ച് നല്ല വെയിലായിരുന്നു കേട്ടോ. മഴയില്ലെങ്കിൽ വെയിലെന്ന് വെച്ചാൽ നമുക്ക് സഹിക്കും. കൊച്ചു മക്കളും കൂടെ അല്ലേ, ആർക്കും പറ്റില്ല. അതുകൊണ്ട് രാത്രി എടുത്തത്. പിന്നെ കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡാൻസ് ചെയ്താണെന്നുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് അടിക്കും. അത് ഞാൻ ഷോർട്സായിട്ട് ചെറുതായിട്ടെങ്കിലും ഇടാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റർ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.